ഏക സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഒരു 2-3-4 വർഷങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലോ ബ്രിട്ടീഷ് തെമ്മാടികളായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഇവിടെ അടിച്ചേൽപ്പിച്ചു. അവിടുന്ന് മുതൽ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. മുറുക്കി കൊടുന്ന് ഇവിടെ ഏകത്വത്തിൽ ജീവിച്ചിരുന്ന ഭാരതീയരെ എങ്ങനെ വിഭജിക്കാമെന്ന് അവരാലോചിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അർത്ഥരഹിത ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എന്നുള്ളത്. ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലായി, ഭാരതീയർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതായത് ഏക സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഹിന്ദു രൂപീകൃതമായത്. ഹിന്ദു വന്നത് അപ്പോഴാണ്. അവർ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന തട്ടിപ്പ് കൊടുന്നു വെച്ചതും അതുമുതല. പാർട്ടി എന്ന് പറയുന്നതൊന്നും ഭാരതത്തിലില്ല. റിലിജൻ എന്ന് പറയുന്നത് ഭാരതത്തിൽ, റിലിജൻ പദമല്ല, നമുക്കറിയാം അതൊക്കെ. പാർട്ടി വന്നു. അങ്ങനെ പാർട്ടി എന്ന് പറയുന്നത് പാർട്ട് വൈ ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ പാർട്ട് വൈ 2 വെള്ള കള്ളന്മാരും കൂടിയിട്ടുണ്ടാക്കി. അതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് 1885 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കേരള. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ഏക സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1860 IPCയും 1862 CRPCയും ഉണ്ടാക്കി. 1885 ഇവർ കോൺഗ്രസ് ഉണ്ടാക്കി. അതിനുശേഷം 1900s എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ശതകത്തിൻ്റെ ആരംഭത്തിൽ അവർ വ്യക്തമായി ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നതിനുണ്ടാക്കി. അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1909 അതിനു മുമ്പ് 1905 ഇവർ ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു തട്ടിപ്പ് ആശയം, ചതി മനസ്സിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിനെ 2ആയിട്ട് വിഭജിച്ചു. ബംഗാളിനെ വിഭജിച്ചു, ബംഗ്ലാദേശല്ല, ബംഗാളിനെ 1905 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ അവർ വിഭജിച്ചു. ഒന്ന് മുസ്ലിംസിനും ഒന്ന് ഹിന്ദുസിനും പറഞ്ഞു. വീണ്ടും അത് ഉറപ്പിക്കാൻ, അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1905. അതിനുശേഷം 1909 അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1909 ബംഗാൾ വിഭജനം 1905 നടത്തിയവർ 1909 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ ഇവർ ഭാരതത്തിലെ മുസ്ലിം ഹിന്ദു സെൻസസ് എടുത്തു. മുസ്ലിം ഹിന്ദു സെൻസസ് എന്താ? അത് സെൻസസിലെ SCENSU വരെയുള്ളത് സെൻസ് യു എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. സെൻസസ് ആരെ? ഭാരതീയരെ അളവെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടു. ഹിന്ദു മുസ്ലിം എന്ന് കയറ്റിവിടാൻ അവർ സെൻസസ് എടുത്തു. അതോടുകൂടി ഭാരതത്തെ അവർ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തി. പച്ച മുസ്ലിംസിനും ഹിന്ദുവിന് മഞ്ഞയും കൊടുത്തു. നിങ്ങൾ 1909 അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1909 ബ്രിട്ടീഷ് ഇന്ത്യ സെൻസസ് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. അവിടെ അവരത് ഉറപ്പിച്ചു. ഹിന്ദുവിനെ ഉണ്ടാക്കി. ഹിന്ദു എന്ന് പറഞ്ഞ പദം ഇംഗ്ലീഷ് വേർഡാണ്, അത് പദമല്ല, ക്ഷമിക്കുക, ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് വേർഡ്. മുസ്ലിം ഈസ് അനദർ ഇംഗ്ലീഷ് വേർഡ്. ഈ ഇംഗ്ലീഷ് വേർഡുകൾ അവർ ഭാരതീയരുടെ മനസ്സിൽ ഉറപ്പിച്ച് വിഭജനം ശക്തമാക്കി. വീണ്ടും മുന്നോട്ട് പോയി. മുസ്ലിം ലീഗ് ഉണ്ടാക്കപ്പെട്ടു. ഗാന്ധിയെ കൊടുന്നു. ജിന്നയെ കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിപ്പിച്ചു. ഗാന്ധിയെ ഇംഗ്ലീഷ് ഇയർ 1915 കൊടുന്നു. സൗത്ത് ആഫ്രിക്കയിൽ അയാൾ എന്തോ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ധാരണയില്ല. ആളെ കൊടുന്നു. അതോടുകൂടി ജിന്ന അവിടുന്ന് പോയി. ജിന്ന അതുവരെ കോൺഗ്രസിൻ്റെ ടോപ്പിലെത്തി നിന്നിരുന്ന ഒരു വലിയൊരാളാണ്. അയാൾ മുസ്ലിം ലീഗ് അയാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന കള്ളവെള്ളക്കാരുണ്ടാക്കിച്ചതാണ്. അങ്ങനെ അത് രണ്ടും ഉണ്ടാക്കി. കോൺഗ്രസ് വന്നു, മുസ്ലിം ലീഗ് വന്നു. അതിൻ്റെ ഒപ്പം ഇവർ
സവാർക്കറെ പിടിച്ച് ജയിലിലിട്ടുണ്ടായിരുന്നു. സവാർക്കറെ സ്വാധീനിച്ചിട്ട് ഹിന്ദുവിൻ്റെ തള്ളൽ തുടങ്ങി. അപ്പം ഗാന്ധിയെ വെച്ചിട്ട് രാമരാജ്യം അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. രാമരാജ്യത്തെക്കുറിച്ചൊക്കെ ആദ്യം എഴുതിയിട്ടുള്ളത് ഇവരൊന്നുമല്ല, അതായത് RSSകാരോ ഇയാളൊന്നുമല്ല. ആദ്യം എഴുതിയിട്ടുള്ളത് ഗാന്ധിയാണെന്നുള്ളത് നമ്മൾ ഓർമ്മ വയ്ക്കണം. രാമരാജ്യം ഉണ്ടാക്കലായിരുന്നല്ലോ ഗാന്ധിയുടെ ലക്ഷ്യം. അപ്പോൾ അതിനുശേഷം അത് ഹിന്ദു എന്ന് പറയുന്നതിലേക്ക് സംഭാവന നൽകാൻ വേണ്ടിയിട്ടാണ് അത് ഗാന്ധിയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചത്. രാമരാജ്യം എന്നുള്ള ആശയം കൊണ്ടുവരികയാണ്. രാമരാജ്യം വേണമെങ്കിൽ അവിടെ രാമൻ വേണം. രാമരാജ്യം വേണമെങ്കിൽ രാമൻ വേണ്ടേ? ഗാന്ധി മതിയോ? അപ്പോൾ ഗാന്ധി ഉണ്ടാക്കുന്ന രാമരാജ്യമല്ല, ഗാന്ധിരാജ്യമാണ്. ഇത് മനസ്സിലാവണില്ല ആളുകൾക്ക്. അതായത് അർത്ഥതലങ്ങൾ വികലമാക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ രാമരാജ്യം ഉണ്ടാക്കാൻ ഗാന്ധി ഇറങ്ങി. യഥാർത്ഥത്തിൽ എന്ത് രാജ്യം ഉണ്ടാക്കുന്നത്? ഗാന്ധി രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങുന്നത്. പേര് രാമരാജ്യം എന്നാണ്. അത് കഴിഞ്ഞു മുസ്ലിം ലീഗ് ഉണ്ടാക്കി. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഹിന്ദു, മുസ്ലിം, രാമൻ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇവർ. അതിനുശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹിന്ദുവിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സവാർക്കർ വഴിക്ക് കുറച്ച് കളികൾ തുടങ്ങി. അപ്പോൾ അതും കഴിഞ്ഞു, വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞ ലോക തട്ടിപ്പ് കോളനി യുദ്ധം നടന്നപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഭാരതിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഗാന്ധിയോട് പറഞ്ഞു, ഗാന്ധി രാമരാജ്യം ഉണ്ടാക്കാൻ നടക്കണല്ലോ, ഗാന്ധി രാജ്യം ഉണ്ടാക്കാൻ നടക്കണല്ലോ. അപ്പോൾ അയാളോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു തേങ്ങയും കൊടുത്തില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ ഹിന്ദു മുസ്ലിമും ഒക്കെ എല്ലാവരും തയ്യാറായി. അതിനുശേഷം ഗോഡ്സേനെ കൊണ്ട് ആയില്ല. അപ്പോഴേക്കും സെക്കൻഡ് വേൾഡ് വാറും കഴിഞ്ഞു. സെക്കൻഡ് വേൾഡ് വാറും കഴിഞ്ഞപ്പോൾ അപ്പോഴും കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കാൻ ആ തെമ്മാടി വിൻസ്റ്റൺ ചർച്ചിൽ എന്ന ലോക തെമ്മാടി ഉണ്ടായിരുന്നു. ആ ലോക തെമ്മാടിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ ഭാരതീയരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയും? ആ തന്തയില്ലാത്തവൻ ഭാരതീയരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദേ ഈറ്റ് ലൈക്ക് പിഗ്സ്, ഈറ്റ് ലൈക്ക് പിഗ്സ്, പന്നികളെപ്പോലെ തിന്നുന്നു. ആൻഡ് ബ്രീഡ് ലൈക്ക് റാബിറ്റ്സ്, മൊയിലുകളെപ്പോലെ പെറ്റുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്രൂരനായ അസുരനാണ് തെമ്മാടി വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം കോളനി യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമെന്ന്. അയാൾ തന്തയില്ലാത്തവനായ കാരണം അയാൾ വാക്കൊന്നും വലിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു കള്ളന്മാരെപ്പോഴും കള്ളന്മാർ തന്നെയാണ്. എന്താ പറയുക, ആ ഒരു നിലവാരം മാത്രമേ വ്യത്യാസമുള്ളൂ. ക്രൂരനായ കള്ളൻ, ദുഷ്ടനായ കള്ളൻ, അതിലിങ്ങനെ കൂടുകയും കുറയും ചെയ്തല്ലാതെ. അയാൾ പോയിട്ട് വേറൊരു വെള്ളക്കള്ളം വന്നു. അയാളുടെ പേരാണ് ക്ലെമൻ്റ് ആറ്റ്ലി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന കോളനി യുദ്ധം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇയർ 1944 അവസാനിച്ചു. ഈ 1944 അവസാനിച്ച ഇംഗ്ലീഷ് കോളനി യുദ്ധം കഴിഞ്ഞിട്ടും ഭാരതത്തിന് സ്വാതന്ത്ര്യമൊന്നും തന്നില്ല. അപ്പോൾ ഈ വിൻസ്റ്റൺ ചർച്ചിൽ തെമ്മാടി തന്തയില്ലാത്തവൻ. അപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് അവനെ മറ്റേ അവിടെയുള്ള കള്ളന്മാർ പുറത്താക്കി. കൊള്ളക്കൂട്ടത്തു നിന്ന് അയാളെ പുറത്താക്കി. അയാൾ ചീഫ് ക്രൈം മിനിസ്റ്റർ ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ അല്ല, ക്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ ക്രൈം മിനിസ്റ്റർ അവർ പുറത്താക്കി. ഇംഗ്ലണ്ടിലെ ലോക കള്ളന്മാർ അവരെല്ലാവരും കൂടിയിട്ട് ക്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ തെമ്മാടിയെ പുറത്താക്കി. അതിനുശേഷം വന്നിട്ടുള്ള വേറെ വെള്ളക്കള്ളനാണ് ക്ലെമൻ്റ് ആറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞു ഭാരതത്തിന് എന്ത് കൊടുക്കാം? സ്വാതന്ത്ര്യം കൊടുക്കാം. അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യ ആർക്കും അറിയില്ലടാ. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാക്കി വിഭജിച്ചു. പാകിസ്ഥാന് ഒരു ഭാഗം, അതായത് മൂന്നായിട്ടാണ് കഷ്ണാക്കിയത്. പാകിസ്ഥാൻ ഒരെണ്ണം ഇന്ത്യയുടെ ആ ഭാഗത്തും കിഴക്ക് വശത്തും, ഒരെണ്ണം പടിഞ്ഞാറ് വശത്തായിട്ട് അങ്ങോട്ട് ഭാരതത്തിനെ അങ്ങോട്ട് മുറിച്ചിട്ട് ഒന്ന് ഇന്ത്യ ആക്കി, അർത്ഥമില്ല. പാകിസ്ഥാനാക്കി, അർത്ഥമില്ല. ബംഗ്ലാദേശ്, അതും പാകിസ്ഥാൻ, ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് അവരങ്ങോട്ട് നടപ്പാക്കി. അവിടെ കുറേ പേരെ കൊന്നു, ലക്ഷക്കണക്കിന് ആളുകൾ അതിലും ചത്തൊടുങ്ങി. കുറേ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പിൽ വീണിട്ടുള്ള ഭാരതീയർ തമ്മി തല്ലി ലക്ഷക്കണക്കിന് ആളുകൾ അതിലും ചത്തു. പാർട്ടീഷൻ ദുരന്തം കൊണ്ട് അതിലും ലക്ഷക്കണക്കിന് പേര് കൊന്നു. ഈ തന്തയില്ലാത്ത വെള്ളത്തെമ്മാടികൾ, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തന്തയില്ലാത്തവന്മാർ ഇത്രയും ആളുകൾ കൊന്നു. അതിനുശേഷം ഗാന്ധി
ഇത് ഭാരതം വിഭജിക്കാതിരിക്കാൻ പരമാവധി നോക്കി. ഇനി അയാളുടെ ആവശ്യമില്ല. അപ്പോൾ 47 ഓഗസ്റ്റിൽ അയാൾക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ ഈ വെള്ളക്കള്ളന്മാർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് 3 ആക്കി ഭാരതത്തെ വിഭജിച്ചിട്ട് അർത്ഥമില്ലാത്ത 3 പേരുകളും കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ 48 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1948 ഗാന്ധിനെ തട്ടി. അപ്പോൾ ഗാന്ധിയുടെ പരിപാടി അവസാനിച്ചു. അവരെല്ലാ കാലത്തും അത് ചെയ്തിട്ടുള്ള അവരെ ഒപ്പം നിർത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവർ തട്ടും. അങ്ങനെ ഗാന്ധിനെ തട്ടി. ഇനിയിപ്പോൾ വേറെ ആരാ തടസ്സമുള്ളത്? വേറെ ആരും തടസ്സമില്ല. ബാക്കിയുള്ള അവശേഷിച്ചിട്ടുള്ള എല്ലാവരും ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകളാണ്. ബാക്കി എല്ലാവരും അത് ആലോചിക്കണം നിങ്ങൾ. നെഹ്റു അടക്കമുള്ള എല്ലാവരും, ജിന്ന അടക്കമുള്ള എല്ലാവരും ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷൻ കിട്ടിയിട്ടുള്ള, അതായത് ഇംഗ്ലീഷുകാർ പറയുന്ന അപ്പപ്പോ റാൻ എന്ന് പറഞ്ഞിട്ട് തൊഴുതു നിൽക്കുന്ന കാല് നിർത്തുന്ന ആളുകളായിരുന്നു. അവർക്ക് ഇവരെ അധികാരം എന്ന് പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തങ്ങോട്ട് കൈമാറി. എന്തിൻ്റെ? ഇന്ത്യ പാകിസ്ഥാൻ ഐസ്ഥാൻ പാക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പാക്ക് ചെയ്തിട്ട് ആളുകൾ വിടുകയാണ്. അവിടേക്കൊക്കെ ആ രീതിയിൽ വിഭജനം നടപ്പാക്കിയിട്ട് 47 കൂടിയിട്ട് 3 ആക്കി വിഭജിച്ച് മുന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിലും ഇവിടെ രാജഭരണം നിലനിൽക്കുന്നുണ്ട്. യുഗങ്ങളായിട്ടുള്ള രാജഭരണം അപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളായിട്ട് എത്രയോ 500-600 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എന്നാണ് നമ്മളിവർ പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കാരുണ്ടായിരുന്ന കാലത്തും നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഈ വെള്ളച്ചെറ്റകളുടെ ഭീകരമായ പിടിച്ചുപറിയിൽ നിന്ന് സ്വന്തം പ്രജകളെ സംരക്ഷിച്ചിരുന്നു. നാടിനെയും നാട്ടുകാരെയും പ്രകൃതിയെയും ക്ഷേത്രങ്ങളെയും അവർ കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ കപ്പം കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാലും ആ ഭാരമൊന്നും ജനങ്ങൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പിടിച്ചുപറിയുടെയും ജനങ്ങളുടെയും നടുക്ക് സംരക്ഷകരായ ക്ഷത്രിയരുണ്ടായിരുന്നു. 48 ഉണ്ടായിരുന്നു, അവർ 47 ഉണ്ടായിരുന്നു. അതിന് പിറകിലുള്ള നൂറ്റാണ്ടുകളായിട്ടും സഹസ്രാബ്ദങ്ങളായിട്ടും യുഗങ്ങളായിട്ടും അവരുണ്ടായിരുന്നു. ക്ഷത്രിയരുണ്ടായിരുന്നു. ഭാരതീയരെ സംരക്ഷിക്കാൻ, ഭാരതീയ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ അവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 48 കഴിഞ്ഞു. ഇനി ആകെ കൂടിയുള്ള ഈ വെള്ളക്കള്ളന്മാരുടെ ലക്ഷ്യം ഒന്നല്ലോ, എന്ത് വേണം? അർത്ഥമില്ലാത്ത പുലിയാട്ടുകൾ വീണ്ടും വീണ്ടും കൂടുതൽ അടിച്ചേൽപ്പിച്ച് ഈ ഭാരത ജനതയെ പിടിച്ചു പറിക്കണം. ഭാരത പ്രകൃതിയെ, ഭാരത ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കണം. 5 ക്ഷേത്രങ്ങളെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത പുലയാട്ട് ഇവരിറക്കി. ആ പുലയാട്ടിൻ്റെ പേരാണ് റിപ്പബ്ലിക്. അർത്ഥമില്ല. അത് ഇവരുണ്ടാക്കിയത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അംബേദ്കർ ഉണ്ടാക്കിയതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. കോൺ എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന, അങ്ങനെയുള്ള പുലിയാട്ടുകളാണ് കോൺ. നിങ്ങൾ ഡിക്ഷണറിയിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. CON നിങ്ങൾ അടിക്കുക, ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോൺ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചത് അംബേദ്കർ ഉണ്ടാക്കിയതല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ the 1935 English Christian India Act, or it is euphemistically called British India Act of 1935. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1935 ബ്രിട്ടീഷ് കള്ളന്മാർ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചട്ടിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് ഭരണഘടനയൊന്നുമല്ല, അത് കൊള്ളഘടനയാണ്. കൊള്ളഘടന വെച്ച് അവർ മുന്നോട്ടും. പക്ഷേ റിപ്പബ്ലിക് എന്ന പേര് 1950 ഇന്ത്യ എന്ന് പറഞ്ഞ അർത്ഥരഹിതത്തിന് കൊടുത്തോടുകൂടി അവർ ഇത്രയും കാലം ഉണ്ടായിരുന്ന, അവരുടെ തെമ്മാടിത്തങ്ങൾ തടഞ്ഞിരുന്ന ക്ഷത്രിയരെ സംരക്ഷണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി. പ്രജകളുടെയും നാടിൻ്റെയും സംരക്ഷണത്തിൽ നിന്ന്
ക്ഷത്രിയരെ എടുത്തുമാറ്റുന്ന തന്തയില്ലായ്മയാണ് 1950 അവർ നടത്തിയത്. നാടിനെയും നാട്ടുകാരെയും പ്രകൃതിയെയും ക്ഷേത്രങ്ങളെയും കൂട്ടിക്കൊടുക്കാത്ത, ധർമ്മത്തിനനുസൃതമായി കർമ്മം ചെയ്യുന്ന, യുഗങ്ങളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹസ്രാബ്ദങ്ങളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷത്രിയരെ അവരുടെ കർമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റി കൊള്ളക്കാർക്കും ഭാരതീയർക്കും നടുക്കിലുള്ള ആ പ്രതിരോധം അവരില്ലാതാക്കി. അതിൻ്റെ പേരാണ് 1950 ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ റിപ്പബ്ലിക്കേഷൻ. എന്താ റിപ്പബ്ലിക്? എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ധാരണയില്ല, നമുക്ക് ആർക്കും ധാരണയില്ല. പബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെള്ളമടിക്കുന്ന സ്ഥലം. ലിക്ക് എന്ന് പറഞ്ഞാൽ നാക്കുക. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന അർത്ഥരഹിതണ്ടാവുന്ന കാര്യം തന്നെ. എല്ലാവരും വെള്ളമടിച്ചിട്ട് കിറങ്ങിയിട്ട് നടക്കുക. പബ്ബിൽ പോവുക, വെള്ളമടിക്കുക, തൊട്ട് നക്കുക. ഇതല്ലേ പബ്ലിക്? അതന്നെയല്ലേ നടപ്പാക്കിയത്. റീപബ്ലിക് മുമ്പ് ഇങ്ങനെ ആളുകൾ തൊട്ടി നക്കി നടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നോ? വെള്ളടിക്കുക, തൊട്ട് നിൽക്കുക, വെള്ളടിക്കുക, തൊട്ട് നിൽക്കുക. നിങ്ങൾ സിനിമകളിൽ എന്ന് പറയുന്നത് സിൻ എ മാന്നാണ്. ഇതിൽ നിങ്ങൾ എന്താ കാണുന്നത്? വെള്ളടിക്കുക, തൊട്ട് നിൽക്കുക. നിങ്ങൾ കാണിക്കുന്നത് എന്താ? എല്ലാ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന തട്ടിപ്പുകളിലും വെള്ളടി എല്ലായിടത്തും ബാധകമാണ്. ഭാരതീയർ കുടിക്കണം എന്ന് ആർക്കും നിർബന്ധമുണ്ട്. കുടിച്ച് നശിക്കണം. കെമിക്കൽസ് സാധാരണ ഇതൊന്നും നമ്മളിവിടെ കുടിക്കാൻ അവർ സമ്മതിക്കില്ല. അവരുണ്ടാക്കുന്ന ആൾക്കഹോൾ ഉണ്ടാക്കുന്ന എന്തോ പോലെയായിട്ട് ആളുകൾ കുടിക്കണം. ഇതിൻ്റെ പേരാണ് റീപബ്ലിക്. ആളുകളെ പബ്ബ് ലിക്കാക്കി മാറ്റി, പബ്ബിൽ പോയി നക്കുന്ന ആളുകളാക്കി മാറ്റി. ഭാരതീയരല്ലാതാക്കി മാറ്റി. ഭാരതീയരെ വിഭജിച്ചു. റിലിജൻ എന്ന് പറയുന്ന കള്ളത്തരത്തിൻ്റെ പേരിൽ അവർ വിഭജിച്ചു. 1950 മുതൽ അത് രൂക്ഷമാക്കി. അതിൻ്റെ നടുക്കിലുണ്ടായിരുന്ന സംരക്ഷകരായിട്ടുള്ള ക്ഷത്രിയരെ, രാജാക്കന്മാരെ 1950 അവരെടുത്തു കളഞ്ഞു. അവർ എടുത്തു കളഞ്ഞതോടുകൂടി ഉള്ള ശൂദ്രന്മാരൊക്കെ വിളഞ്ഞാടി. പിന്നെ അവിടെ നിന്ന് ഉണ്ടായത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ക്രമേണ പുതിയ ലോകൾ പുലിയാട്ടുകൾ കൊണ്ടുവന്നു. അർത്ഥമില്ല, ഇംഗ്ലീഷിലാണ് എല്ലാതും ഇവിടെ നടപ്പാക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുലിയാട്ട് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കൊള്ളക്കൂട്ടത്തിൻ്റെ ലാംഗ്വേജിൽ ഇതൊക്കെ നടപ്പാക്കി. ഭാരതത്തിലെ 148 കോടി ജനത്തിന് ഒന്നും അറിയാത്ത ഒരു പുലിയാട്ടിൽ അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ആളുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയായി. മുറുക്കി അവരുടെ എല്ലാ പുലിയാട്ടുകളും ഇപ്പോൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു. ഇതെല്ലാതും നടപ്പാക്കി കഴിഞ്ഞു. ലൈസേഷൻ വരെ ഇവർ നടപ്പാക്കി. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പ്രകൃതിയുടെ എല്ലാതും ഇവർ കട്ടുകൊണ്ടുപോയി. നമ്മുടെ പെണ്ണുങ്ങളെ കട്ടു, നമ്മുടെ ആണുങ്ങളെ കട്ടു, നമ്മുടെ കഴിവുള്ളവരെ കട്ടു, നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ആ ഇടക്കേഷൻ പുലിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. ജോബ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ഇവിടെ പണിയെടുക്കാൻ ആളില്ല. ഭൂമിയിൽ തരിശായി. ഭൂമിയിൽ പണിയെടുക്കാൻ ആളില്ല. ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു. ആര് നഷ്ടപ്പെട്ടതാണ്? അതിന് പ്രധാന കാരണം ക്ഷത്രിയരെ സംരക്ഷക മേഖലയിൽ നിന്ന് എടുത്തു മാറ്റി ഈ കൊള്ളക്കാർ. ഇതുകൊണ്ട് ഭാരതീയർ അവർക്കിപ്പോൾ സംരക്ഷണമില്ല, പരിചയമില്ല അവർക്ക്. ശൂദ്രന്മാരുടെ കയ്യിലാണ് ഇപ്പോൾ ഭാരതം ഇരിക്കുന്നത്. ഭാരതീയ ക്ഷേത്രങ്ങളിലിരിക്കുന്നത് ശൂദ്രന്മാരുടെ കയ്യിലാണ്. അറിവില്ല. രാജകളല്ല ഇവിടെ ഉള്ളത്. 1950 മുതൽ രാജ ഇല്ല, മന്ത്രി ഇല്ല, മന്ത്രിക്കുന്ന മന്ത്രി അപ്രത്യക്ഷമായി, രാജ്യവുമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഇതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കുകയും നമ്മുടെ കുട്ടികൾ, നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള സമൂഹം, ബന്ധുക്കൾ, സ്നേഹിതർ ഇവരിലേക്ക് എത്തിക്കുകയും നമ്മൾ ചെയ്യണം. കാരണം ഇത് എത്രയും വേഗം, എത്രയും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തേണ്ടത് ആവശ്യകതയാണ്. ഞാൻ പറഞ്ഞ എല്ലാതും സത്യമാണ്. സത്യമല്ലാതെ ഒന്നും തന്നെ പറയപ്പെടുന്നില്ല. നിങ്ങൾക്കിത് അന്വേഷിച്ചാൽ മനസ്സിലാവും.
നമ്മളിവിടെ അനുഭവിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇയർ 2026 നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടത് ക്ലേശിച്ചിട്ടാണ് സാധാരണക്കാരൻ ജീവിച്ചു പോകുന്നത്, ഭാരതീയൻ ജീവിച്ചു പോകുന്നത്. അതിന് കാരണം ഈ തന്തയില്ലാത്ത റിപ്പബ്ലിക്കും തന്തയില്ലാത്ത ഡെമോക്രേസിയാണ്, ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രേസിനെസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ജീവിതം കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന സത്യമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാനുള്ള കഴിവ് സ്വയം വളർത്തിയെടുത്ത് ഈ സത്യം ഉൾക്കൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുത്ത് അറിവിൻ്റെ കേന്ദ്രമായ ഭാരതത്തെ പുനർജനിപ്പിക്കാൻ ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം ഇവിടെ സഹായകരമാകും എന്ന് കരുതിക്കൊണ്ട് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ ഭാരതീയർക്കും നന്ദി, നമസ്കാരം.